ആദ്യ രാത്രി തുടങ്ങിയില്ലേ ഇടിയും തെറിയും. റംലു ഞാൻ അത് കേൾക്കാൻ വന്നതല്ല, പാത്തിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഈ മൂത്തുമാനെ വിളി. എന്താ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും കേക്കുണ്ട് റംലു. നീ ഇങ്ങോട്ട് കേറ്. മൂത്തുമന്തിയെ നിനക്ക് എന്താ പേടിയാ? ഈ മൂത്തുമാനെ വിളി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താന്ന്? ഫോൺ എടുക്കൂലെന്ന് പറഞ്ഞാല് അനക്കെന്ത് പറയാനാ? കരീംക്ക് എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ എപ്പോ വിളിച്ചാലും തെറിയാടാ. നിന്നെയും കൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നല്ലേ, എന്ത് രസായിരുന്നു. തങ്ങളെ റംലു, ഞാനതൊന്നും ഇപ്പൊ ഓർക്കാറില്ല. ഓർക്കാറില്ലെങ്കിൽ പിന്നെ നീ എന്താ കെട്ടാത്തെ? ഞാൻ കെട്ടും. പാത്തിന്റെ ഒന്ന് കഴിയട്ടെ. നീ കെട്ടുവോ? കെട്ടുവോന്ന് മുണ്ടാണ്ടിരി മൂത്തുമ്മ കേട്ടാണ്ടല്ലോ. അത് മുജിയാ. ആ മുജിയെ കല്യാണം വിളിക്കാൻ വന്നതായിരിക്കുമല്ലോ. ആ മൂത്തുമ്മ. ഓ അതെ മൂത്തുമ്മ. എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇവളെ കരീമ് വിടൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റി കറങ്ങാണ്ട് വേഗം വിട്ടോ. ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പൊ ഈ മുറ്റത്ത് പറന്നിറങ്ങും. നിങ്ങളുടെ മോനോട് ഞാൻ ആരും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഫാത്തിയ, ഞാൻ ഇവിടെ 2 മാന വരച്ചാലോ? മാന വരക്കടാ. ഇവിടെ ഒരു ആൺമാനും ഇപ്പുറത്തൊരു പെൺമാനും. അല്ല, നാസർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? വര ആർക്കാടാ ഇഷ്ടാവാത്ത? നീ വരക്കടാ. ഡാബി, നീ കെട്ടാത്തത് അവിടെ പ്രേമുള്ളോണ്ടല്ലേ? പ്രേമോ? എനിക്ക് പ്രേമൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയൊരു നാണം മുഖത്ത് കാണണ്ടല്ലേ? എനിക്കാ? എന്നോട് പറയടാ. എനിക്ക് പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നടാ. പ്രേമിക്കാൻ പേടിയാ? എന്തിന്? അല്ലടാ, എൻ്റെ മാമല്ലേ, മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാവും മതി, അവൻ നല്ല ഇടിയും. തല്ലല്ലേട്ടാ, ഇടിച്ചാൽ പിന്നെ പുറത്താണല്ലോ. ഞാൻ ഉമ്മാക്ക് വിഷമാവുന്ന എഴുതിട്ട് ഞാൻ ഉമ്മാടൊന്നും പറയില്ല. എല്ലാമേ പെരുമാനിക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ചുമ്മാ അമ്മയ്ക്കണ്ടേ. ഇപ്പോൾ എൻ്റെ ഈ മുടിയില്ലേ, എൻ്റെ ഈ മുടി പറ്റ വെട്ടണം എന്നാണ് മാമൻ്റെ ഓർഡർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിവരക്കേടിന് ഞാനെന്ത് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി. ഉമ്മയുടെ ഉന്നയിച്ച് മാമ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാമൻ്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി. എന്നിട്ട് മാമൻ്റെ കക്ഷത്തോട്ട് എൻ്റെ കഴുത്തിങ്ങനെ ഞെരുക്കി വെച്ചിട്ട് മാമൻ്റെ കൈമുട്ടുണ്ട്. എന്റെ മംഗള, നിങ്ങൾ എന്ത് കൂത്തായി കാണിക്കണേ? നിങ്ങളിങ്ങനെ തീറ്റയും കാശും കൊടുത്ത് കഴിഞ്ഞാൽ പണിക്കും പോവോ? ഇതൊന്നും ശരിയല്ലോ മംഗള. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ബഷീറെ. ഇദ്ദേഹം എന്താ പറഞ്ഞ ഇപ്പം പിടിച്ച് തല്ലുവോ? അതല്ല ബഷീറെ, കാര്യമുണ്ട്, ഞാൻ പറയാം. നീ പോയി ഒളിവ്. ഞാൻ ഒന്നെടുത്തോളാം. വെറുതെ പണിക്കുന്ന തീറ്റയും കാശും കൊടുത്ത് വഷളാക്കണം. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? അങ്ങയുടെ മനസ്സിലിപ്പോ എന്താ? തങ്ങള് മലയിൽ എന്താ? തന്നെയതാ മുക്രിനോട് എത്ര തവണ പറഞ്ഞതാ പൂപ്പലുണ്ട്. എന്നിട്ടെന്താ വേറെ ആരും തന്നായിരുന്നു? നീ ഇഷാനിസ്കാരം കഴിഞ്ഞ് തങ്ങള് കലങ്കിലേക്കൊന്ന് വാ. കാലി അദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. സത്യത്തിന്റെ പുറകെ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണട്ടാ. അത് പിന്നെ പറയണോടാ മുജി, എത്ര കാലായടാ പകലൊരു കല്യാണം കൂടിയിട്ട്. ഈ കാക്കക്കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരും വിളിക്കൂലായിരുന്നു. അമ്പൂട്ടി
ഈ വരണട്ടാ. അല്ലടോ എനിക്ക് ഈ കൊടി ഒഴിവാക്കാനായില്ല. സത്യം പറയാലോ മുക്രി, ഈ കാക്കക്കൂട്ടവും ബഹളവും ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല്. പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ. എന്നാ പോട്ടെ. ഫാത്തിമ, ഫാത്തിമ, ഇങ്ങ് വാ. എന്തേ? എന്ത് എൻ്റെ അടുത്ത് വരണ്ടാന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ ആര്? ഇതിൻ്റെ അടിയൊക്കെ കയ്യാറായല്ലോ. എനക്കെന്തെങ്കിലും ബിംബിഷ്ടമുണ്ടോ? വിമ്മിഷ്ടോ? എന്ത് വിമ്മിഷ്ടം? അതല്ല വീട്. ഈ മാനാരാ വരച്ചത്? മാൻ അബിയ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തിനാ ഫാത്തിമ എന്നോട് നുണ പറയുന്നത്? ഇതാരായി ആണുമാൻ? ഈ ആണുമാൻ ഞാനാ? എനിക്കറിഞ്ഞൂടാ. ഞാനല്ലേ? ഈ ഓനോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ടാന്ന്. വല്ല പച്ചയേശം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ആ വണ്ടി എവിടെ എടുക്കണേ? നമ്മുടെ ഇലിയാസിന്റെ പറമ്പില്. എന്നാ ഈ ഇവനെയും കൂട്ടി ചെന്ന് നോക്ക്. ഒരു വണ്ടിപ്പണിയൊക്കെ അറിയാന്ന്. വണ്ടിപ്പണിയോ? ആ ഓനാ? ആ ഞാൻ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചാണിക്കാ. കുറച്ച് നേരം ആ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. AC-ൻ്റെ പണി അറിയാം. എന്നാ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഇടറാ. ഞങ്ങളൊക്കെ അവിടെ കിടന്ന ഇടങ്ങാറാവാണ്. ഇല്ലടാ ഓ ഓ ഈ പെരുമാനിയോട് കൂടിക്കോ. എന്തേ വരി. ഈ വലിയ കലാകാരനാണല്ലേ? എന്തൊക്കാ? ഈ വലിയ കലാകാരനാണല്ലേ എന്ന്? ഹേയ് അങ്ങനൊന്നുമില്ല. എന്റെ മാന്റെ പടം നമ്മള് കണ്ട്. ആ അത് വെറുതെ രസത്തിന്. എനിക്കത് അത്ര രസമായിട്ട് തോന്നിയില്ല. എന്തൊക്കാ? എന്റെ പടേ മാന്റെ അതവിടെ വേണ്ട, മനസ്സിലായോ? എന്നാ ഞാൻ ആ മാന്റെ പടം മാറ്റിട്ട് ഒരു കരടി വരച്ചാലോ? എന്തൊക്കാ? ഇറങ്ങി പോവാ. ഇറങ്ങി. എന്താ ഉദ്ദേശിച്ചത്? എന്തൊക്കാ? വാ പോവാ. മോനെ, നിനക്ക് നിന്നെ പോലെ വലിയ കഴിവൊന്നുമില്ല. പാട്ടുപാടി മാന്റെ പറക്കാനോ മാന്റെ കൊമ്പ് പറക്കാനോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം നീ വന്ന് പാട്ടുപാടി മാന്റെ വരച്ച് എന്റെ പെണ്ണിന്റെ മുമ്പിൽ വലിയ ആളാകാനാ ഉദ്ദേശമെങ്കിലേ അത് നമ്മളെ സമ്മതിക്കൂല. ഇക്കാക്ക് സംശയരോഗാണ്. ഈ മോളും കൂടെ മുറിയുടെ അകത്ത് കൊമ്പ് പുറത്ത് കളിക്കുന്നത് അതൊരു പ്രശ്നമില്ല അല്ലേ? ഒരു പ്രശ്നമില്ല. എന്താന്ന്? എടാ, എന്റെ ടിപ്പറിന് ഒരു കുഴപ്പമില്ല. ഈ മോളും അവിടെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് വന്നാണ്. അപ്പൊ നമ്മൾ നേരിൽ കണ്ടല്ല. എന്നിട്ട് നിക്ക് സംശയരോഗം അല്ലേ? ഞാൻ ഓളും തമ്മിൽ ഒരു ഇടപാടുമില്ല. ഓളൊരു പാവാണ്. ഒരു ഓളെ ജീവിതം നശിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ പോയിട്ട് ഡോക്ടറെ കാണിക്കേ. കല്യാണം ഒന്ന് കഴിയട്ടെ. ഡോക്ടറിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കുവാനെ. സൈക്കോയോ അതോ സംശയരോഗോ? ഡാബി, എന്നോട് ദേഷ്യാണോ? ഏയ് എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? മുജിക്ക് എന്നോട് പറഞ്ഞാലേ? ആ പറ.
അങ്ങനെ ആകെ കിളി പോയി നടക്കാന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇപ്പൊ ചികിത്സിച്ചാ നീ കഷ്ടപ്പെടണ്ട. എടാ പക്ഷെ പറഞ്ഞാലും ഒരു കാര്യമില്ലടാ. പുറത്ത് പുള്ളി ഭയങ്കര മാന്യനാ. ഞാനിപ്പോ ഇത് പറഞ്ഞാണ്ടല്ല, മുജിക്ക ചിരിക്കുള്ളൂ, ആരും വിശ്വസിക്കൂല. എന്തായാലും ഞാനും നിന്റെ പണി തീർത്ത് പോലെ. നമ്മൾ തമ്മിൽ കാണാതിരുന്ന പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു കിളീൻ്റെ കൂടെ ഞാൻ എങ്ങനെ? എൻ്റെ തങ്ങളെ റംലത്തനേക്കാൾ അപ്പുറാവൂലേ? ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ ഫാത്തി? എടാ അബി, ആ ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ കേക്കോ? പറ. നീ ഒന്നേ ഈ കല്യാണം ഒന്ന് മുടക്കി തരുമോ? എന്തോന്ന്? എടാ എനിക്ക് വിശ്വസിച്ച് പറയാൻ വേറെ ആരും ഇല്ലാത്തോണ്ടാ. നീ ഇത് പോയി നിന്റെ മുജിക്കാട് പറയേ. നല്ല 2 ഗുളിക കഴിച്ചാൽ മാറാവുന്ന പ്രശ്നം ഇപ്പൊ അയാൾക്കുള്ളൂ. അതിന് ഞാൻ കയറി കല്യാണം മുടക്കേ. ശരി നന്ദി. എടാ അബി പ്ലീസ് എടാ. എടാ മുജീക്കനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവൂല. എനിക്ക് പേടിയാ ഫാത്തി. എന്തെങ്കിലും സംഭവിച്ചാ എന്റെ 2 ഉമ്മമാർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്ത് പറ്റിയമ്മ? സാരമില്ലടാ, ചെറിയൊരു തലർക്കം പോലെ. മോനത് കാര്യാക്കണ്ട, പോയി കിടന്നോ. എടാ ഇങ്ങോട്ട് നോക്കി നിൽക്കാത്ത പോയി വണ്ടി വിളിച്ചോണ്ട് വാടാ. പറഞ്ഞില്ലേ മരുന്ന് തീർന്നവർ? എന്താ ചിരിക്കുന്ന? അബി, നാളെ ഒരു MRI സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കട്ടെ. സാർ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കുക. എനിക്കൊരു കുഴപ്പമില്ല. വാബി പോ. അത് തന്നേക്ക്, ഞാൻ നാളെ ചെയ്തോളാം. പിന്നെ പെട്ടെന്ന് ചെയ്യണം. ഗ്രോത്ത് ഉണ്ടോന്നൊരു സംശയം. ഗ്രോത്തോ? എന്നെ കൊണ്ട് ശല്യായില്ലേ?